ഞങ്ങൾക്ക് കരിയോൽ ഒഴിക്കണമെങ്കിൽ കേരളത്തിലെ 140 MLA-മാരുടെ ഓഫീസിലും കരിയോൽ ഒഴിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളുടെയും 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോൽ ഒഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോൽ ഒഴിച്ച് BJP-യെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. ഞാൻ ഒരു കാര്യം സുരേഷ് ഗോപിയുടെ മൗനത്തെ താങ്കൾ എങ്ങനെ ന്യായീകരിക്കുന്നു? പറയേണ്ട ആവശ്യമില്ലെന്ന് തന്നെ, ഒരു ആവശ്യമില്ല. പാർട്ടിയാണ് പറയേണ്ടത്. സുരേഷ് അല്ല, അത് കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. MP-മാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. സുരേഷ് ഗോപിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്. 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. കോടതി അത് പരിഗണിക്കട്ടെ. അല്ലല്ല, അതൊന്നും നിങ്ങൾ പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ കരിയോൽ ഒഴിച്ചത്, നിങ്ങളിപ്പോ കൈരളിയുടെ ആൾക്കാർ വന്ന് കരിയോൽ ഒഴിച്ചല്ലോ. ഞങ്ങൾക്ക് കരിയോൽ ഒഴിക്കണമെങ്കിൽ കേരളത്തിലെ 140 MLA-മാരുടെ ഓഫീസിലും കരിയോൽ ഒഴിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളുടെയും 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോൽ ഒഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോൽ ഒഴിച്ച് BJP-യെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. ഞാൻ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഇന്നലെ ഉണ്ടായി. ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടിക്കുകയാണ്. നിങ്ങൾക്കതൊരു വാർത്തയല്ല. നിങ്ങൾ ഈ UDF-ന്റെയും LDF-ന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത്? ചേട്ടൻ TV കണ്ടില്ലെന്ന് തോന്നുന്നു. വാർത്തക്കാരായിട്ട് വന്നിട്ട് അല്ല, വാർത്ത കൊടുത്തതിന്റെ അതല്ല, വാർത്ത വന്നു, അത് ലൈവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. ഒരാളുടെ ബാക്കിൽ അല്ല, ചോദിച്ചതിനെല്ലാം സുരേഷ് ഗോപിയോട് നിങ്ങൾ ചോദിക്കണം. എന്തിനാ ആ പരാതി പരിഗണിച്ച് പോലീസ് കേസെടുക്കട്ടെ. സുരേഷ് ഗോപിയെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലേ? നിങ്ങൾ പറയട്ടെ കേൾക്കട്ടെ, ഏത് കേസിനെയാണ് ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളത്? സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായില്ലേ? സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷൻ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ലേ? കൈരളിയുടെ വിഷയത്തിൽ ഒരു കേന്ദ്രമന്ത്രി, കേരളത്തിലുള്ള ഒരു കേന്ദ്രമന്ത്രി ഇതുവരെ പ്രതികരിച്ചു. അതിന്റെ ആവശ്യമില്ലല്ലോ. പാർട്ടി ആ കാര്യം കൈകാര്യം ചെയ്തല്ലോ. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിൽ പോയി അവരെ ഇറക്കി കൊണ്ടുവന്നു. പിന്നെ സുരേഷ് ഗോപി എന്തിനാണ് അതിന്റെ ആവശ്യമില്ല. അതിരൂപതയ്ക്ക് കാര്യമൊക്കെ അതിരൂപതയ്ക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പമുണ്ടാകാതിരുന്നാൽ ക്രിസ്മസിനൊക്കെ ഇനിയും പോകട്ടെ. നിങ്ങൾക്ക് ഞങ്ങൾ ഇനിയും പോവും, ക്രിസ്മസിനും പോവും. ഒന്നുകൂടി ഞാൻ പറയാം, 2029 മാത്രമല്ല 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും. വലിയ ഭൂരിപക്ഷത്തിൽ, ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനലികൾ ഓലിയിടുക. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് വേണ്ടും. പാർട്ടിയല്ലല്ലേ, പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കാം, മറുപടി അതൊക്കെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം വിളിക്കും. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട്, ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട്. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം UDF-ഉം LDF-ഉം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ബൂമറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കാം. ഇതും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വീണ്ടും ചോദിക്കുകയാണ്, ആ സ്ത്രീക്കെതിരെ ഒരു പരാതി ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പരാതി കൊടുത്ത പ്രതിഷേധ മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന് പങ്കെടുക്കും, മന്ത്രിയല്ല, MP ആണ്. അപ്പൊ BJP പാർട്ടിയാണല്ലോ അദ്ദേഹത്തെ വിജയിപ്പിച്ചു. കൈരളി ഞങ്ങൾ നന്നാക്കാൻ വരണ്ട.